ഒരു ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വരുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് അമിതമായ രക്തസ്രാവം വരുമ്പോഴാണ് അവർ ഡോക്ടർമാരെ സമീപിക്കുന്നത്. കേരളത്തിൽ, ഇന്ത്യയിലെയും സ്ത്രീകൾ പൊതുവെ മാസക്കുളി സംബന്ധമായി വരുന്ന അധികമായ രക്തസ്രാവമൊക്കെ സാധാരണ വലിയ ഒരു ശ്രദ്ധ കൊടുക്കാതെ ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് എന്ന് പറഞ്ഞ് കളയുകയാണ് പതിവ്. പക്ഷേ ഈ അമിതമായ രക്തസ്രാവം ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതായിരിക്കാം. ആ കാരണങ്ങളും നമ്മൾ ചികിത്സിക്കണം. ഈ അമിതമായ രക്തസ്രാവം കൊണ്ട് ഒരു സ്ത്രീക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അമിതമായ രക്തസ്രാവം വന്നു കഴിയുമ്പോൾ അത് ഓരോ മാസവും കൊണ്ട് പതുക്കെ വരുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളിൽ പലരും അതുമായിട്ട് അങ്ങ് യോജിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒറ്റയടിക്ക് ഒരു 1.5 ലിറ്റർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായ ക്ഷീണങ്ങളും കാര്യങ്ങളും വരികയും ഉടൻ തന്നെ ഡോക്ടറെ കാണുകയും ചെയ്യും. ഇത് എല്ലാ മാസവും കുറച്ച് വരുന്ന ബ്ലീഡിങ് ആയതുകൊണ്ട് അതായത് ആ ബ്ലീഡിങ് ഓരോ മാസവും വന്നാണ് അതൊരു മൂർധന്യാവസ്ഥയിൽ എത്തുന്നത് എന്നതുകൊണ്ട് സ്ത്രീകൾക്ക് അതുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു സമയം കിട്ടുന്നു. അവർക്ക് വരുന്ന ക്ഷീണം, വീട്ടിലെ ജോലികളിൽ താല്പര്യമില്ലായ്മ, ഇതൊന്നും തന്നെ അവർ തന്നെ ശ്രദ്ധിക്കാതെ പോകുന്നു. പല സ്ത്രീകളും 4-5 ഗ്രാം ഹീമോഗ്ലോബിനായിട്ട് നമ്മളെടുത്ത് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീ വരുമ്പോൾ അതിൻ്റെ ചികിത്സ ഗർഭപാത്രം നീക്കൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല. ഇന്നത്തെ കാലത്ത് പലവിധ നൂതനമായ ചികിത്സാ രീതികളുമുണ്ട്. നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് ഈ ബ്ലീഡിങ്ങിൻ്റെ കാരണങ്ങൾ. ഒന്ന്, മുഴകളാണ്. ഫൈബ്രോയിഡ് എന്ന് പറയും. ഒരുവിധം എല്ലാവരും കേട്ട് കാണും ഫൈബ്രോയിഡിനെ പറ്റി. ഫൈബ്രോയിഡ് ഗർഭപാത്രത്തിൽ വരുന്ന ക്യാൻസർ അല്ലാത്ത മുഴകളാണ്. അപ്പോൾ ക്യാൻസർ അല്ലാത്ത മുഴകൾ ആണെന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ശസ്ത്രക്രിയ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. എപ്പോഴൊക്കെയാണ് ഇതിന് ശസ്ത്രക്രിയ വേണ്ടത്? അപ്പോൾ ഈ ഗർഭപാത്രത്തിലെ മുഴ മൂലം അമിതമായ രക്തസ്രാവം വന്ന് വിളർച്ചയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ ഗർഭപാത്രം എടുത്തു കളയേണ്ടി വരും. അല്ല, അത് വളരെയധികം വലുതായി ചിലപ്പോൾ ഒരു 7 മാസം 8 മാസമൊക്കെ ഉള്ള ഗർഭത്തിൻ്റെ സൈസ് വരെ ആകുമ്പോഴായിരിക്കും സ്ത്രീകൾ അറിയുന്നത്, നമ്മളെ സമീപിക്കുന്നത്. അത്രയും വലിയ മുഴകളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 3 മാസം ഗർഭത്തിൻ്റെ സൈസിൽ കൂടുതലുള്ള മുഴകളാണെങ്കിലും നമ്മൾ എടുത്തു കളയണം. കാര്യം ഈ മുഴകളൊക്കെ താഴെ സ്ഥലത്ത് നിന്ന് വയറിലേക്ക് വളരുകയും നമ്മുടെ മൂത്രനാളി കുഴലിനെയൊക്കെ പ്രസ് ചെയ്തിട്ട് നമ്മളുടെ കിഡ്നികളുടെ സൈസ് കൂടുകയും പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും.